2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ അന്നത്തെ BJPയുടെ നേതാവായിരുന്ന കെ സുരേന്ദ്രൻ ഒരു പ്രസ്താവന നടത്തി. 35 സീറ്റുണ്ടെങ്കിൽ ഞങ്ങൾ കേരളം ഭരിക്കും. ആര്? BJP. ഞങ്ങളൊക്കെ തിരിച്ചു തള്ളി. പക്ഷേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഒരു കാര്യം ഈ നാടിന് മനസ്സിലായി. BJPക്ക് കേരളം ഭരിക്കാൻ 35 സീറ്റിന്റെ ആവശ്യമില്ല. 3 സീറ്റുണ്ടെങ്കിൽ BJPക്ക് കേരളം ഭരിക്കാൻ പറ്റുമെന്നതിലേക്ക് VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിനു ശേഷം സാഹചര്യങ്ങൾ മാറി. ഇപ്പോൾ ആരാ കേരളം ഭരിക്കുന്നത്? ലീഗുകാർ. എന്റെ പെരിന്തൽമണ്ണയിലെ ലീഗിന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങളും മനസ്സിനുള്ളിൽ അറിയാതെ പറയുന്നില്ലേ, ഭരിക്കുന്നത് BJP ആണ്, RSS ആണ് എന്ന്. കഴിഞ്ഞ ദിവസം ഞാൻ ട്രെയിനിൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരേക്ക് വരുമ്പോ ഒരു ലീഗിന്റെ സുഹൃത്ത് എന്റെ സീറ്റിന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. ആ ലീഗിന്റെ സുഹൃത്ത് സംസാരത്തിനിടയിൽ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ പ്രവർത്തകർക്ക് ചെറിയ അമർഷമുണ്ട്. 2 മാസം. ഞാൻ എന്റെ സുഹൃത്തു കൂടി ആയതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ലീഗിന്റെ ഓഫീസിൽ നിന്ന് പോയിട്ട് ഒന്ന് പൊട്ടിക്കരഞ്ഞൂടെ നിങ്ങൾക്ക്? അപ്പൊ അദ്ദേഹം ചിരിച്ചത് മാത്രമേ ഉള്ളൂ, മറുപടി പറഞ്ഞില്ല. ഈ പെരിന്തൽമണ്ണയിലും മലപ്പുറത്തെയും കണ്ണൂരിലെയും കോഴിക്കോട് ഉൾപ്പെടെയുള്ള ലീഗുകാരിപ്പോ ലീഗിന്റെ ഓഫീസിനകത്ത് അവരുടെ യോഗം തുടങ്ങുന്നതിന് മുന്നേ ആദ്യ അജണ്ട എന്നത് എഴുന്നേറ്റ് നിന്ന് പൊട്ടിക്കരയിലാണ്. കാരണം ഭരണം എത്തിച്ചു കൊടുക്കുന്നത് RSSന്റെയും സംഘപരിവാരത്തിന്റെയും കയ്യിലാണ് എന്ന ബോധ്യം 2 മാസം കൊണ്ട് അവരിലുണ്ടായില്ല. എന്താ സതീശന്റെ ഈ 2 മാസത്തെ ഏറ്റവും വലിയ സംഭാവന? റിപ്പോർട്ടർ ചാനലില് അരുൺകുമാർ നമ്മോട് ഒരു കണക്ക് പറയുണ്ടായി ഒരു 2 ആഴ്ച മുന്നേ. എന്താ അറിയോ? സതീശന്റെ പത്രസമ്മേളനത്തിലെ പെർഫോമൻസ് വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു, അധികാരത്തിൽ വന്ന് 1.5 മാസം തികയുമ്പോ VD സതീശന്റെ ഏറ്റവും വലിയ സംഭാവന 1.5 മാസം കൊണ്ട് 18 അസത്യങ്ങൾ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞു. 24 അർദ്ധസത്യങ്ങൾ ഈ നാടിനോട് വിളിച്ചു പറഞ്ഞു. പച്ചക്കള്ളം വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രി. പ്രിയപ്പെട്ടവരെ, കേട്ടിട്ടുണ്ടോ? പച്ചക്കള്ളം. 1.5 മാസേ ആയിട്ടുള്ളൂ. 1.5 മാസം 2 മാസം പൂർത്തീകരിക്കുമ്പോ പച്ചക്കള്ളങ്ങളുടെ പട്ടിക നീണ്ടു നിൽക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുടെ വാക്കുകൾക്ക് എന്ത് ക്രെഡിബിലിറ്റി ഉള്ളത്? മിസ്റ്റർ VD സതീശൻ, നിങ്ങൾ കോൺഗ്രസ് നേതാവായ സതീശനല്ല, ഇന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ കേരളത്തിലെ ജനതയോടാണ് മുഖ്യമന്ത്രിയായി സംസാരിക്കുന്നത്. നിങ്ങളുടെ വാക്കുകൾക്ക്, പ്രവൃത്തികൾക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണ് ഈ നാടിനകത്തുള്ളത്? ഈ നാടിൽ വിശ്വസിക്കാൻ പറ്റാത്ത നമ്പർ 1 ആരെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം VD സതീശൻ. ഇപ്പോ വീട്ടില് കുരുത്തക്കേട് കളിക്കുന്ന, തട്ടിപ്പ് പറയുന്ന മക്കളോട് അമ്മമാരിങ്ങനെ ഗുണദോഷിക്കുമല്ലോ, ഇന്നാളെ പോലെ ആവരുത്. ഇപ്പോ വീട്ടിൽ പച്ചക്കള്ളം പറയുന്ന മക്കളെ നോക്കി അമ്മമാര് പറയുന്നത്, സതീശന് പഠിക്കല്ലേ മക്കളെ, സതീശന് പഠിക്കല്ലേ മക്കളെ. പച്ചക്കള്ളമാണ് ഈ നാടിനോട് മുഖ്യമന്ത്രി വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ നാടിന്റെ ഭരണം 2 മാസം കൊണ്ട് എങ്ങോട്ടാണ് എത്തി നിൽക്കുന്നത്? ഞങ്ങൾ വോട്ട് ചെയ്യുന്ന കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ചു പോകുമ്പോ ഞങ്ങളെല്ലാം പറഞ്ഞില്ലേ, ഇവിടെ ഇരിക്കുന്ന ഡിവൈഎഫ്ഐയുടെ നേതാക്കളെല്ലാം പറഞ്ഞില്ലേ, എന്താ പറഞ്ഞത്? കൊടുക്കല്ലേ കൊടുക്കല്ലേ കൊടുക്കല്ലേ, ഇരുണ്ട കാലത്തേക്ക് പോകും. ചിലയാൾക്ക് മനസ്സിലായിട്ടില്ല. അന്ന് 4 ദിവസം കൊണ്ട് ഭരണം വന്ന് 4 ദിവസം കൊണ്ട് മനസ്സിലായി ഇരുണ്ട കാലം തന്നെ. പവർ കട്ട്, ലോഡ് ഷെഡിംഗ്, ഇതിന് മുന്നേ കേട്ടിട്ടുണ്ടോ? 10 വർഷക്കാലം ശ്രീ പിണറായി വിജയൻ കേരളം ഭരിച്ചു. പവർ കട്ട് ഉണ്ടായോ? ലോഡ് ഷെഡിംഗ് ഉണ്ടായോ? പവർ കട്ടെന്നും ലോഡ് ഷെഡിംഗ് എന്നും കഴിഞ്ഞ 10 വർഷക്കാലം നാം കേട്ടോ. VD സതീശൻ വന്ന് 4-ാം ദിവസം പവർ കട്ട് വന്നു, 4-ാം ദിവസം ലോഡ് ഷെഡിംഗ് വന്നു. കണ്ണൂരുകാരനായ മന്ത്രി, ആ മന്ത്രി പറയുന്നൊന്നും മനസ്സിലാവില്ല കേട്ടോ. രാവിലെ വൈദ്യുതി വകുപ്പ് മന്ത്രി പത്രസമ്മേളനം നടത്തി പറയും, എന്താ പറയാ, അങ്ങനെയില്ല ഇങ്ങനെയുണ്ട്. പിന്നെന്താ വെച്ചാൽ മഴയില്ല കേട്ടോ, മഴയില്ല. ഉച്ചക്ക് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനം. ആരോഗ്യവകുപ്പ് മന്ത്രി അല്ല, രോഗം ഇങ്ങനെ പടർന്നു പിടിക്കുകയല്ലേ. അപ്പൊ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പത്രസമ്മേളനത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി, നല്ല മഴയല്ലേ, ആര് വിശ്വസിക്കണമെന്നേ? ആരോഗ്യമന്ത്രിയെ വിശ്വസിക്കണോ? വൈദ്യുതി മന്ത്രി വിശ്വസിക്കണോ? വൈദ്യുതി മന്ത്രി പറയും കറണ്ട് പോകുന്നതിന് മഴയില്ലാത്തത്, ആരോഗ്യവകുപ്പ് മന്ത്രി രോഗം പടരുന്നതിന് മഴ കൂടിയത്. നിങ്ങളുടെ ഗവൺമെന്റിന് ഒരു ഏകോപനമുണ്ടോ? പിന്നെ ആരോഗ്യമന്ത്രിയെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല, തമാശയാണ്. പിന്നെ അദ്ദേഹം വന്നാൽ എന്തായിരിക്കും കേരളത്തിന്റെ അവസ്ഥ എന്ന് അദ്ദേഹം തന്നെ നേരത്തെ പ്രവചിച്ചു വെച്ചിട്ടുണ്ട്. ഏതാ പ്രയോഗം? എരണം കെട്ടവൻ അല്ലേ? എരണം കെട്ടവൻ വന്നു, പ്രവചനം പോലെയായി. എരണം കെട്ടവൻ വന്നപ്പോ തന്നെ നമ്മുടെ വവ്വാല് സമ്മേളനം ചേർന്നു. നമ്മുടെ വവ്വാല് സമ്മേളനം ചേർന്നു. എന്നിട്ട് അവര് യോഗത്തിൽ ഐക്യകണ്ഠേന പ്രമേയം പാസാക്കി. എന്താ പ്രമേയം എന്നറിയോ? എരണം കെട്ടവൻ വന്നിട്ടുണ്ട്, ഒരു പണി കൊടുക്കണം. നാട് എരണം കെട്ടവൻ വന്നാ കാണിച്ചു കൊടുക്കണ്ടേ? കാണിച്ചു കൊടുത്തു. നിപ്പ റിപ്പോർട്ട് ചെയ്തു ഇല്ലേ? കോഴിക്കോട് നിപ്പ റിപ്പോർട്ട് ചെയ്തു ഈ ഗവൺമെന്റിന്റെ കാലത്ത്.
ഞങ്ങളുടെ ഗവൺമെന്റ് 10 വർഷക്കാലം ഉണ്ടായിരുന്നപ്പോ ആ നിപ്പയെ മാതൃകാപരമായി പ്രതിരോധിച്ചപ്പോ ഞങ്ങൾ ആരോഗ്യമന്ത്രിയായിരുന്ന ശൈലജ ടീച്ചറെ എന്തായാലും വിശേഷിപ്പിച്ചത് നിപ്പ റാണി അല്ലേ? നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയായ വീണ ജോർജ് ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുത്തു. അവർക്ക് ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുത്തോ? തെരുവിൽ വേട്ടയാടിയില്ല നിങ്ങൾ? നുണകളുടെ കൂമ്പാരമുണ്ടാക്കി ആ കൂമ്പാരത്തിന് മുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ വീണ ജോർജിനെ വേട്ടയാടിയില്ലേ? വയറ്റിൽ കത്രിയുണ്ടായി. ആര് ചെയ്ത തെറ്റ്? ഡോക്ടർ ചെയ്ത തെറ്റ്. എന്താണ് ഒരു ഗവൺമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റുക? ആ ഗവൺമെന്റിനും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും ചെയ്യാൻ പറ്റുക നടപടിയെടുക്കലാണ്, ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രത ഉണ്ടാക്കലാണ്. രണ്ടും ചെയ്തിട്ടും ഇവിടെ കേരളത്തിന്റെ തെരുവുകളിൽ കലാപം ഉണ്ടാക്കാൻ നോക്കി, അവരെ മർദ്ദിക്കാൻ ഉൾപ്പെടെ ശ്രമം നടത്തിയില്ലേ? ഇപ്പോ എറണാകുളം പോകുന്നു. ഇപ്പൊ വന്നപ്പോ എന്താ? നമ്മുടെ കോഴിക്കോടിന്റെ MLA മുൻ മന്ത്രിയുമായ PM മുഹമ്മദ് റിയാസ് ഇടപെട്ടില്ലായിരുന്നു. എന്തായിരിക്കുമായിരുന്ന അവസ്ഥ? അദ്ദേഹത്തിന്റെ ഇടപെടലും ഓർമ്മിപ്പിക്കലും സമൂഹത്തോടുള്ള പങ്കുവെക്കലും ജാഗ്രതയുമായിരുന്നില്ലേ? ആരോഗ്യമന്ത്രിക്ക് ഉൾപ്പെടെ കേരളത്തിന്റെ UDF സംവിധാനത്തിന് ആ നിപ്പയ്ക്കെതിരായി ജാഗ്രത ഏറ്റെടുക്കേണ്ടതായി വന്നത് ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ ബഹുരസാണ് കേട്ടോ. കരണ്ട് പോയതിനെ കുറിച്ച് ആരോഗ്യമന്ത്രിയോട് ഒരു ചോദ്യം. അല്ല, കരണ്ട് പോവല്ലേ, ടോർച്ച് ഉപയോഗിച്ചിട്ടാണ് ഓപ്പറേഷൻ. അപ്പൊ ആരോഗ്യമന്ത്രി പറയാ കുഴപ്പമൊന്നുമില്ല, ഒരു കാര്യം ചെയ്യാം, കരണ്ട് പോകുമ്പോ ഓപ്പറേഷൻ വേണ്ട, ഓപ്പറേഷൻ പകുതിയായിട്ടില്ല, ഡോക്ടർമാർ പോയിട്ട് ചായ കുടിച്ചിട്ട് വരും, 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് കറണ്ട് വന്നിട്ട് ഓപ്പറേഷൻ ചെയ്താൽ മതി. എന്റെ SFIക്കാർക്ക് ഒരു അനുഭവം ഉണ്ട്. 2013 എന്റെ നാട്ടിലൊരു കോളേജാണ് മാടായി കോളേജ്. ആ മാടായി കോളേജില് ഇലക്ഷൻ സമയത്ത് SFIയുടെ കൊടികെട്ട സംഭവത്തിനല്ലോ കുത്തി. ആ കുത്തിനോട് ഒരു ഉച്ചക്ക് 11 മണിക്ക് യൂണിറ്റ് സെക്രട്ടറി സുജീഷിന്റെ കൈക്കൊന്ന് കുത്തി. ചോര വരിക, രക്തം വരിക. ഉടനെ തന്നെ തൊട്ടടുത്തുള്ള എരിപുരം താലൂക്ക് ആശുപത്രിയിലേക്ക് സുജീഷിനെയും കൊണ്ടുപോയി. നേഴ്സിനോട് പറഞ്ഞു, സിസ്റ്ററെ കൈമുറിഞ്ഞു, ഡോക്ടറെ കാണിക്കണം. സിസ്റ്റർ കൈമുറിഞ്ഞു നോക്കി ചിരി. SFIക്കാരായി ഞങ്ങൾക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഞങ്ങൾ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു, അല്ല രക്തം വരുമ്പോൾ ചിരിക്കലാണോ? അപ്പോ നേഴ്സ് പറഞ്ഞു, മക്കളെ നിങ്ങളൊരു 10 മണിക്ക് വരണ്ടേ? ഞങ്ങൾ പറഞ്ഞു, നേഴ്സേ 11 മണിക്കാണ് കൈ മുറിഞ്ഞു കിട്ടിയത്, അപ്പൊ 10 മണിക്ക് വരാൻ പറ്റില്ലല്ലോ. അപ്പൊ പറഞ്ഞു, ഞാൻ വെറുതെ പറഞ്ഞല്ലാട്ടോ, ഡോക്ടർ ഇല്ല, 9:50 വന്ന് 10 മണിക്ക് പോയി, ഇനി വരുമോന്നറിയില്ല. സാധാരണ മെഡിക്കൽ കോളേജിൽ പോയി തുന്നിക്കെട്ടി. അതുപോലെയാണ് മുരളീധരൻ പറയുന്നത്, 11 മണിക്ക് കൈ മുറിഞ്ഞ ആളോട് 10 മണിക്ക് ചികിത്സക്ക് വരാൻ പറയുന്ന നാടായി കേരളത്തെ മാറ്റിയല്ലേ? അതാ പവർ കട്ട് വരുമ്പോ ഓപ്പറേഷൻ നിർത്തിക്കോ, നടത്തണ്ട. ഓപ്പറേഷൻ എപ്പോഴാണ് നടത്തുക? രോഗിയുടെ സാഹചര്യം നോക്കിയിട്ടല്ലേ? നിങ്ങൾ എവിടേക്കാണ് കേരളത്തെ കൊണ്ടുപോകുന്നത്? ഞാൻ വിശദീകരിച്ച് പോകുന്നില്ല. 1 മണിക്കൂർ പ്രസംഗത്തിലോ 1.5 മണിക്കൂർ പ്രസംഗത്തിലോ പറഞ്ഞു തീർക്കാൻ പറ്റുന്നതല്ല 2 മാസത്തെ VD സതീശൻ ഗവൺമെന്റിന്റെ പെർഫോമൻസ്. ഈ 2 മാസം കൊണ്ട് കേരളത്തിൽ രക്ഷപ്പെട്ട ഒരേ ഒരു ബിസിനസ്സും ഒരേ ഒരു വിഭാഗവും യൂത്ത് കോൺഗ്രസുകാരുടെ ബിസിനസ്സാണ്. മറ്റൊന്നും രക്ഷപ്പെട്ടിട്ടില്ല. അത് നന്നായി രക്ഷപ്പെട്ടു. യൂത്ത് കോൺഗ്രസുകാർ നന്നായി രക്ഷപ്പെട്ടു. 5 കൊല്ലം കൊണ്ട് കച്ചവടം പൊടിപൊടിക്കാൻ തീരുമാനിച്ചു. തുണി കച്ചവടം അല്ലാട്ടോ, മുട്ടായി കച്ചവടം അല്ലാട്ടോ. ഏതാ കച്ചവടം? ആ കച്ചവടം MDMA കച്ചവടം. MDMA കച്ചവടം പൊടി പൊടിച്ചു. അതാണ് സതീശൻ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ കാര്യം. ചെന്നിത്തല തൂഫാൻ തുടങ്ങി. എനിക്കൊരു സംശയമുണ്ട് കേട്ടോ, ചെന്നിത്തല തൂഫാൻ തുടങ്ങിയത് VD സതീശനെ പൂട്ടാനാണോ എന്നൊരു സംശയമുണ്ട്. കാരണം ചെന്നിത്തലക്ക് നേരത്തെ കാര്യം മനസ്സിലായി. സതീശന്റെ വലത്തെ കൈയും ഇടത്തെ കൈയും ചെറുപേരിലും മോദിയുടെ പേരിലും എല്ലാം MDMA കച്ചവടക്കാരാണ്. ഒന്ന് സതീശനെ പൂട്ടിക്കാനുള്ള പരിപാടി തൂഫാൻ. അതാ തൂഫാൻ സംശയം വരികയാണ് അല്ലേ? കാലിക്കടവിൽ ഉസൈൻ പിടിക്കപ്പെട്ടപ്പോഴാണ് 39 ഗ്രാം MDMA ആയി പിടിക്കപ്പെട്ടപ്പോഴാണ് ഉസൈൻ സതീശന്റെ വലത്തെ കൈ, ഇടക്കടത്തെ കൈയോ, വലത്തെ കൈ ഇടത്തെ കൈ. സതീശൻ പത്രസമ്മേളനത്തിൽ എന്താ പറയുന്നത്? മുഖ്യമന്ത്രി പറയാം, ഞാൻ ആ ചങ്ങായിനെ പെരിന്തൽമണ്ണിലൂടെ പോകുമ്പോൾ കണ്ടിട്ടുണ്ട് കേട്ടോ, വെള്ളിയും വെള്ളി ഇട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആണെന്ന് തോന്നുന്നു, എനിക്ക് വേറെ ബന്ധമൊന്നുമില്ല. അപ്പൊ പത്രക്കാർ പറഞ്ഞല്ല, ബന്ധമുണ്ടല്ലോ, നിങ്ങൾ ആ വീട്ടിൽ പോയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ സതീശന്റെ കുബുദ്ധി, ഇതാ കുബുദ്ധി അറിയോ? ആ കുബുദ്ധിയാണ് നവകേരള സദസ്സിൽ അടികിട്ടിയപ്പോ കാണാൻ വേണ്ടി പോയി. കിടക്കട്ടെ, നവകേരള സദസ്സിന് ഒരു ഓർമ്മപ്പെടുത്താൻ സതീശ് അതങ്ങ് വീട്ടിൽ വെച്ചാൽ മതി. വീഡിയോ പുറത്തു വന്നു. നവകേരള സദസ്സിൽ ഈ കരിങ്കൊടി എടുത്ത് ഈ ചങ്ങായി തുള്ളുന്നൊരു വീഡിയോ വന്നു കേട്ടോ. പിന്നീട് ബസ്സിൽ ഈ ചങ്ങായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ വന്നു. കല്ലൊന്നും കിട്ടിയിട്ടില്ല, തലോടി വിട്ടു, പോയിക്കോ മോനെ എന്ന് പറഞ്ഞു. പിന്നെ കൈ പൊട്ടിക്കിടക്കുന്ന ഈ ചങ്ങായി പോയിട്ടുണ്ടേ സതീശൻ. അതെപ്പോഴാ? ഉറപ്പ് നവകേരള സദസ്സിന് മുന്നേ ഒന്ന് ഫേസ്ബുക്ക് ഓർമ്മിപ്പിച്ചു, ഡേറ്റ് വെച്ച് ഫേസ്ബുക്കിലുണ്ടേ. ഓർമ്മിപ്പിച്ചപ്പോ നമുക്കൊരു കാര്യം മനസ്സിലായി, ഏതോ ഒരു MDMA കേസ് തല്ലി കിട്ടിയപ്പോ കാണാൻ പോയതാ. നിങ്ങൾ ആരെയാ പറ്റിക്കുന്നത്? സതീശന്റെ ഓഫീസ് MDMA കൊട്ടേഷൻ സംഘത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയ ഒരു നാടിന്റെ പേരായി കേരളം മാറുകയല്ലേ മുഖ്യമന്ത്രിയുടെ ഓഫീസ്? ദുരന്തമുഖത്ത്
കഴിഞ്ഞ 10 വർഷക്കാലം സമാനതകളില്ലാത്ത ദുരന്തം നടന്ന നാടിന്റെ പേരാണ് കേരളം. കേരളം കണ്ടിട്ടില്ലാത്ത ദുരന്തമുഖം. നിപ്പയും കോവിഡും ഓഖിയും മഹാപ്രളയവും വയനാട് ദുരന്തവും ചേർത്ത് പിടിച്ച നാടല്ലേ കേരളം? ചേർത്ത് പിടിച്ച ഒരു മുഖ്യമന്ത്രിയുടെ നാടല്ലേ കേരളം? പിണറായി വിജയൻ എന്ന ഒരു മുഖ്യമന്ത്രി ഈ കേരളത്തെ ചേർത്ത് പിടിച്ച ഒരു കാലം നമുക്ക് ഓർമ്മയില്ലേ? പരാതിയുണ്ടോ? പരിഭവമുണ്ടോ? ഇതാ അതിതീവ്ര മഴയിൽ ഒരു പ്രളയമുണ്ടായി. ആ പ്രളയമുണ്ടായി സതീശൻ 8 പേര് മരിച്ചു, 8 പേരെ കാണാതായി. എങ്ങോട്ടാ മുഖ്യമന്ത്രിയായ സതീശൻ പോയത്? ഹെലികോപ്റ്ററിനെ കുറിച്ച് സതീശന് പണ്ടുള്ള അഭിപ്രായം ദൂർത്താണ്. ദൂർത്ത് പിണറായി വിജയൻ ദൂർത്തിനായി ഒന്നും ചെയ്തില്ല എന്ന് ഈ നാടിനറിയാം. 20 ഹൃദയങ്ങൾ മാറ്റിവെച്ചു, 20 ഹൃദയങ്ങളെ ചേർത്ത് പിടിച്ചു. ദുരന്തമുഖത്ത് ഏകോപനത്തിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചു, ശരി തന്നെ. പക്ഷേ മിസ്റ്റർ വി ഡി സതീശൻ കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ ദൂർത്തെന്ന് പറഞ്ഞ ഹെലികോപ്റ്റർ കാലുണ്ടല്ലോ, ആ കാലത്ത് പിണറായി വിജയൻ ഒരു അമ്മായിയച്ഛനെ കാണാൻ പോകാനും ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടില്ല എന്ന് നാം കാണണം. ദൂർത്തോ? നിങ്ങൾ സൽക്കാരം സ്വീകരിക്കുന്നു, ജനങ്ങൾ മരിച്ചു കിടക്കുമ്പോ, ജ്വല്ലർ ഉദ്ഘാടനം ചെയ്യുന്നു, ജനങ്ങൾ മരിച്ചു കിടക്കുമ്പോ, ഇപ്പൊ അതേ ഹെലികോപ്റ്റർ എടുത്ത് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ കല്യാണത്തിന് കർണാടകയിലേക്ക് പോകുന്നു. നിങ്ങളല്ലേ ദൂർത്ത്? ഈ നാടിന് എല്ലാ വിധേനയും തകർച്ച് തരിപ്പണമാക്കുന്ന ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റിനെതിരായിട്ടുള്ള പോരാട്ടം ശക്തിപ്പെടുത്തണം. ഈ നാടിൽ വിസ്മയങ്ങൾ വിൽപ്പാനുണ്ട് എന്ന് പറഞ്ഞവർ ഇതാണ് വിസ്മയങ്ങളെന്ന് ഞങ്ങളിപ്പോ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കൂക്കിയല്ല, കൂക്കിയാണ് സതീശൻ, കൂക്കിയാണ് സതീശൻ. ഒരു സംശയം, എന്റെ തെരുവിൽ കൂവൽ കെട്ടുകൊണ്ടിരിക്കുന്ന 2 മാസം കൊണ്ടുള്ള മുഖ്യമന്ത്രിയായി നിങ്ങൾ മാറുകയാണ്. ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനം നടക്കുമ്പോ കൂടുതൽ കരുത്തോടെ രാജ്യത്തിന്റെ തെരുവുകളിൽ, കേരളത്തിന്റെ തെരുവുകളിൽ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, മഴ കനക്കാൻ പോകുന്നു, ജാഥ ലീഡർ സംസാരിക്കാനുണ്ട്. പ്രിയപ്പെട്ട സഖാക്കളെ, ഡിവൈഎഫ്ഐയുടെ 16ാം സംസ്ഥാന സമ്മേളനം നമുക്ക് പകരുന്നത് പുത്തൻ ഉണർവ്, പുതിയ പോരാട്ടത്തിന്റെ കരുത്ത്, വിശ്രമമില്ലാത്ത പോരാട്ടത്തിന്റെ നാളുകൾ. അത് തന്നെയാണ് ഈ സമ്മേളനം നമുക്ക് നൽകാൻ പോകുന്ന കരുത്ത്. തീർച്ചയായും ആ സമ്മേളന നഗരിൽ ഉയർത്തേണ്ട പതാക കുത്തുറമ്പിന്റെ അനശ്വരായ രക്തസാക്ഷികളുടെ ഓർമ്മകളിൽ നിന്ന്, അവരുടെ സ്മൃതികുടീരത്തിൽ നിന്ന് ജൈത്രയാത്ര ആരംഭിച്ച് ഇന്നത്തെ മലപ്പുറം ജില്ലയിലെ അവസാന കേന്ദ്രത്തിന്റെ പര്യടനത്തിൽ നാം എത്തിയിരിക്കുന്നു, സ്വീകരണ കേന്ദ്രത്തിൽ എത്തിയിരിക്കുന്നു. പിന്നിട്ട കേന്ദ്രങ്ങളിലെല്ലാം ആവേശോജ്വലമായ സ്വീകരണം. ഈ പെരിന്തൽമണ്ണയിലും നിങ്ങൾ നൽകിയ ആവേശോജ്വലമായ സ്വീകരണത്തിന് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ രക്തനക്ഷത്രാംഗ സുപ്രപതാക വാനിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രക്തസാക്ഷികളുടെ പ്രസ്ഥാനം ഡിവൈഎഫ്ഐ കരുത്തോടെ 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 സഖാക്കളെ നമുക്ക് മുന്നോട്ട് പോകാം, പോരാട്ടം ഏറ്റെടുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചു വെച്ചുകൊണ്ട് നിങ്ങളെല്ലാം ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്ക് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.